ചോഴ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു കോഡ് പുലിയാർ. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ശത്രുക്കൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ഇഷ്ടപാത്രമാവുകയും ധാരാളം സമ്പത്തിനുടമയുമായി. അദ്ദേഹം സ്വന്തമായി ഒരു കലവറ ഉണ്ടാക്കുകയും നിറയെ ഗുണമേന്മേറിയ ധാന്യം നിറച്ച് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലേക്കെല്ലാം നൈവേദ്യത്തിനായി ആവശ്യാനുസരണം ധാന്യം എത്തിച്ചുകൊണ്ടേയിരുന്നു. അതിനായി പ്രത്യേകം സൂക്ഷിപ്പുകാരെയും നിർത്തി. ഒരിക്കൽ കോഡ്പുലിയാർ സുന്ദരമൂർത്തി നായനാരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. മഹാദേവനെ പോലെ പൂജിച്ച് സത്കരിക്കുന്നു. എന്നിട്ടും വരാതെ തൻ്റെ കുഞ്ഞു മക്കളായ 2 പെൺകുട്ടികളെ ഭാര്യമാരായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് സമർപ്പിക്കുകയാണ്. കുഞ്ഞു പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ അവരെ 2 പേരെ എടുത്ത് മടിയിലിരുത്തി പുത്രിമാരാക്കി സ്നേഹത്തോടെ വാത്സല്യത്തോടെ പരിചരിക്കുന്നു സുന്ദരമൂർത്തി നായനാർ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാജാജ്ഞ അനുസരിച്ച് കോഡ്പുലിയാർ യുദ്ധത്തിനായി പുറപ്പെട്ടു. പോകുന്നതിന് മുമ്പ് തൻ്റെ ബന്ധുക്കളോട് പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ധാന്യം മുഴുവൻ ഭഗവാനുള്ളതാണ്, അതിൽ കൈവച്ചാൽ ഭഗവാനാണേ ശിക്ഷിക്കപ്പെടും എന്ന് താക്കീത് കൊടുത്തിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. യുദ്ധം പക്ഷേ ഒരുപാട് കാലം നീണ്ടു നിന്നു. ഈ സമയത്ത് നാട്ടിൽ വരൾച്ചയും ക്ഷാമവും ഉണ്ടായി. കോഡ്പുലിയാർ തിരിച്ചു വന്നതുമില്ല. അതുകൊണ്ട് ബന്ധുക്കൾ ആ ധാന്യം മുഴുവൻ ഉപയോഗിക്കുന്നു. തിരിച്ചു വയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ കോഡ്പുലിയാർ തിരിച്ചെത്തി. വിജയിയായി എത്തിയ സേനാധിപതിയെ രാജാവ് സ്വീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ധാന്യക്കലവറ സൂക്ഷിപ്പുകാർ ബന്ധുക്കളുടെ വിശ്വാസവഞ്ചന അറിയിക്കുന്നത്. ദേഷ്യം കൊണ്ട് വിറച്ച കോഡ്പുലിയാർ താൻ തൻ്റെ കുടുംബത്തിനെ മുഴുവൻ ശിക്ഷിക്കാൻ പോവുകയാണെന്ന് രാജാവിനെ അറിയിച്ചിട്ട് ഒരാളെപ്പോലും ബാക്കി വെക്കാതെ എല്ലാവർക്കും ശിക്ഷ നൽകുന്നു. അവസാനം ഒരമ്മയും കുഞ്ഞും മാത്രം അവശേഷിക്കും. ആ അമ്മ പറയും, അങ്ങയുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ്, വംശം നിലനിർത്താനാണെങ്കിലും അതിനെ വിടണം, അവൻ ശൈവാന്യം ഭുജിച്ചിട്ടില്ല എന്നുകൂടി പറയും. പക്ഷേ കോഡ്പുലിയാർ പറയും, ശൈവാന്യം അനുഭവിച്ച നിങ്ങളുടെ മുലപ്പാൽ നുകർന്ന കുഞ്ഞും അപരാധിയാണ്. വളരെ ചെറിയവനാണ് എങ്കിലും ശിവദ്രോഹം ജന്മജന്മാന്തരങ്ങളിൽ ഇവനെ പിന്തുടരും. അതൊരു മഹാപാപമായി തീരും. അതിന് ലഭിക്കുന്ന ശിക്ഷയും വളരെ കഠിനമായിരിക്കും. അതുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ പാപഫലം അനുഭവിച്ച് തീർക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരാളെയും വെറുതെ വിടുന്നില്ല. അനന്തരം ഭഗവാന്റെ അശരീരി കേൾക്കുകയാണ്, ഭക്തിയിൽ വിട്ടുവീഴ്ചയില്ലാത്തതുകൊണ്ട് നിന്റെ വാളാൽ കൊല്ലപ്പെട്ടവരെല്ലാവരും തന്നെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരായി സ്വർഗത്തിലെ സ്ഥാനം നേടിയിരിക്കുന്നു. നീയും എന്നോടൊത്തു വാഴുക എന്ന് പറഞ്ഞിട്ട് ഭഗവാനിൽ ലയിക്കുകയാണ് കോഡ്പുലി നായനാർ.